മേക്കപ്പ് ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് ഇടാൻ അറിയില്ല, ആ ഒരാളാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണേ. ഞാൻ എത്ര ചെയ്താലും അത് കൊള്ളൂല. ആര് പറഞ്ഞു? നല്ല സുന്ദരിയായിട്ടുണ്ട്. അതെ, പക്ഷെ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് വരുമ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു ജോക്കർ വരുന്ന കണക്കൊക്കെ തോന്നും. പിന്നെ ഞാൻ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ നോർമലി അങ്ങ് നടക്കും. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഈ വർഷം നടന്നിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റിയത്. ഹോം ലോൺ ആണല്ലോ എന്ന് വെച്ചിട്ട് എനിക്കൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കമന്റ്സ് കാണുമ്പോഴാണ് ഇതൊരു വലിയ സംഭവമാണോ എന്ന് തോന്നുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ സംഭവമാണ്. നമ്മൾ ഈ കുഞ്ഞു നിന്നിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞ് വീട്ടിലെ കാര്യം ഓർത്തിട്ട് കണ്ണ് നിറഞ്ഞ് എൻ്റെ ഷൂവിൽ വീണിട്ട് അത് അപ്പം തന്നെ വാനിഷായി പോകുന്നുണ്ട്. അത്രയും വെയിലാണ്, ചൂടാണ്. സിനിമ ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. മുടി വെട്ടരുത്, നഖം വെട്ടരുത്, മുഖം വെളുപ്പിക്കാൻ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം, ശരീരം വണ്ണം കൂട്ടരുത്. അപ്പം അത്രയും പ്രതീക്ഷ വന്നിട്ട് ഇതുപോലെ തന്നെ മാറ്റി. അവർ കൺഫേം തന്നതായിരുന്നു. പലപ്പോഴും ഈ പറഞ്ഞ കളിയാക്കലായിട്ടുള്ള രീതിയിൽ കമന്റ്സ് വരാറുണ്ടല്ലോ. അത്തരം കമന്റ്സുകൾ വരുമ്പോൾ അതിനെങ്ങനെ എടുക്കാം? നെഗറ്റീവ് കമന്റ്സ് വരുന്നത് എൻ്റെ കളറ് വെച്ചിട്ടായിരിക്കാം. കൂടുതലും അതാണ്. അവർക്കൊന്നും അർഹിക്കുന്നില്ല, നമ്മുടെ മറുപടിക്ക് അവർക്ക് അർഹതയില്ല. അത്രേ ഉള്ളൂ. ഞാൻ അതൊന്നും മൈൻഡ് ആക്കാറില്ല. ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കയറുമ്പം പണ്ട് എന്നോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ചുറ്റും ഓരോ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ. ഇപ്പൊ പക്ഷെ അതിൽ നിന്നും അതൊന്നും ഇല്ല കേട്ടോ. ഇരിക്കൂ, കഴിച്ചോ എന്നൊക്കെ ചോദിക്കും അവര്. റെസ്പെക്ട് കിട്ടി തുടങ്ങി. വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനയ സിംഹത്തെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ബബിത ബിബി, സ്വാഗതം. താങ്ക് യു. ഞാനേ വന്ന വാട നോക്കായിരുന്നു. ആദ്യം മുതലേ വീഡിയോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ, കാരണം മേക്കപ്പ് ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് ഇടാൻ അറിയില്ല, ആ ഒരാളാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണേ. ഈ ഒരു മേക്ക് ഓവറിന് പിന്നിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ? ഞാൻ മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടും. ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഇങ്ങനെ, അതായത് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ടുള്ള കണക്ഷനൊക്കെ വന്നപ്പം ഇപ്പം കുട്ടിയെ തന്നെ കണ്ടപ്പോൾ കൊള്ളാൻ തോന്നിയിട്ട് അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഇപ്പം ഒന്ന് ട്രയൽ ചെയ്യുന്നു മാത്രം. ഞാൻ എത്ര ചെയ്താലും അത് കൊള്ളൂല. ആര് പറഞ്ഞു? നല്ല സുന്ദരിയായിട്ടുണ്ട്. അതെ, പക്ഷെ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് വരുമ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു ജോക്കർ വരുന്ന കണക്കൊക്കെ തോന്നും. പിന്നെ ഞാൻ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ നോർമലി അങ്ങ് നടക്കും. പക്ഷെ ഇപ്പൊ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചേച്ചിയുടെ വീഡിയോ കാണുന്ന സമയത്ത് കോണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയ 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 കോണ്ടന്റ് ആയിട്ട് കൊണ്ടുവരാണ്. ഇതെങ്ങനെയാ പറ്റണേ? ഇതിനുള്ള ഒരു റിസർച്ച് എങ്ങനെയാ? അത് കൂടുതലും ചിരിപ്പിക്കണം ആളുകളെ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടി ചെയ്യണം. അപ്പം ഞാൻ മിക്കവാറും എനിക്ക് എൻ്റെ ലൈഫിനകത്ത് നിന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് കിട്ടുന്നതിനകത്ത് നിന്ന് അത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് വലിയൊരു സ്ക്രിപ്റ്റ് ആക്കി അത് ചെയ്യും. കാര്യം സ്ക്രിപ്റ്റ് ചെയ്യണം. 5-6 ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യല്ലേ. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് വെട്ടി 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 കളഞ്ഞു വേണം. അല്ലെ മറന്നു പോകും. അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ മറന്നു. അങ്ങനെയാ ചെയ്യാറ്. ഇതൊക്കെ ഒറ്റക്കല്ലേ ചെയ്യണേ ഈ ഷൂട്ടിംഗ് കാര്യം? ഇതിപ്പോ ഒരു ക്യാരക്ടർ മാത്രമല്ല, ഒരു 5-6 ക്യാരക്ടർ ഒരുമിച്ച് ചെയ്യണം. ഇതിനെടുക്കുന്ന ഒരു ടൈം എങ്ങനെയാ? ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് സമയം വളരെ കുറവാ. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുമല്ലേ. അപ്പൊ അവിടെ നിന്ന് ഒരു 12 മണിക്കൂറൊക്കെ ആയിരിക്കും ഗ്യാപ്പ് കിട്ടുന്നത്. അപ്പൊ മൈൻഡിൽ വെച്ച് കുറച്ച് ഡെവലപ്പ് ചെയ്ത് വെക്കും. പിന്നെ രാവിലെ കുറച്ച് സമയം ഇരുന്ന് എഴുതും. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയം ഇപ്പം ഞാൻ ഫുഡൊക്കെ മാക്സിമം പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ആ ടൈമൊക്കെ എടുത്തിട്ടാണ് ഈ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ബാക്കി ഒരു ദിവസം റെസ്റ്റ് കിട്ടുന്ന ദിവസമായിരിക്കും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഈ പൊതുവെ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ പറയട്ടോ, പണ്ട് അഭിനയിച്ച സിനിമകള് പിന്നീട് ടി വിയിലൊക്കെ വരുമ്പോൾ കാണാൻ ഭയങ്കര മടിയായിരിക്കുന്നു. പക്ഷെ സ്വന്തം വീഡിയോ ഇരുന്ന് നേരത്തെ കൂടി ഇരുന്നിട്ട് ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ചെയ്ത വീഡിയോസ് ഇരുന്ന് അത് നമ്മൾ അഭിനയിച്ച കാര്യം, നമ്മൾ കോമഡിയാണ്, മറ്റുള്ളവരെ ചിരിപ്പിക്കാനാ. പക്ഷെ സ്വന്തം വീഡിയോ കണ്ട് ചിരിക്കുക, അതിന്റെ ഒരു അത് ഇപ്പൊ ഞാൻ ചെയ്ത് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ തന്നെ എടുത്ത് കാണാറുണ്ട്. എനിക്കിഷ്ടം. എനിക്കങ്ങനെ അയ്യോ അത് കാണണ്ടെന്ന്. പിന്നെ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കാണത്തില്ല. അയ്യോ അതെനിക്ക് എന്തോ ഒരു മടിയാ. അല്ലാണ്ട് എൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. ശരിക്കും നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വ്ലോഗ്സ് വരാറുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. പിന്നെയുള്ള കോണ്ടന്റ് വീഡിയോസ് ആണല്ലോ. എങ്കിലും ബബിത എന്താ ചെയ്യണേ? എന്താ വർക്ക് ചെയ്യണേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്.
തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിലാണ്. 10 വർഷം റണ്ണിങ്, 9 വർഷം ക്ലോസ് ആയി, 10ാമത്തെ വർഷം റണ്ണിങ് ആയി. ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കളുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, മാരീഡാണ്. ഇതാ എൻ്റെ ഫാമിലി. എനിക്ക് 2 മക്കളുള്ളത് എനിക്ക് അത്ഭുതപ്പെടുത്തി. കാരണം സന്തൂർ മമ്മിയാണ്, 2 കുട്ടികളുടെ അമ്മയാണെന്ന് പറയില്ല. മക്കള് ഇടയ്ക്കൊക്കെ വീഡിയോസിൽ വരാറുണ്ട്, എങ്കിലും ആൾക്ക് ഇതുപോലെ വീഡിയോസിൽ വരാനൊക്കെ ആഗ്രഹമാണോ 2 പേർക്കും? 2 പേർക്കും ഇഷ്ടമല്ല വരുന്നത്. അവർക്ക് അവരുടെ ഫ്രണ്ട്സ് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ അഭിനയിക്കുമായിരുന്നു, നേരത്തെ എൻ്റെ കൂടെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പേരിട്ട് കുട്ടികളെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അവരെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വ്ളോഗ്സിലൊക്കെ ഇടയ്ക്കൊക്കെ കയറി വരാറുണ്ട്. എന്നാലും പറയും എൻ്റെ ആ ലുക്ക് ശരിയായില്ല, എൻ്റെ ഗ്ലാമർ എനിക്ക് അതിനകത്ത് കുറഞ്ഞു പോയി, അതുകൊണ്ട് എന്നെ കൂടുതൽ കാണിക്കണ്ട, അങ്ങനെയൊക്കെ പറയും. അമ്മയുടെ പെർഫോമൻസ് പറയാറുണ്ടോ? എൻ്റെ അടുത്ത് പറയാം, അമ്മ കുറച്ചും കൂടി ഡെവലപ്പ് ആവാനുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാം റീലൊക്കെ കണ്ടിട്ട് പറയും, ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടി ഇളയ മോനാണേ, കുറച്ചും കൂടി കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ, നല്ല രീതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ടെന്നൊക്കെ പറയും. 2 പേരും ചെറിയ കുട്ടികളാണ്. എന്താ ചെയ്യണേ അവര്? മൂത്താള് 10th, ഇളയാള് 8th. 2 പേരും ആൺകുട്ടികളാണ്. ഇപ്പം ചെറിയ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത്? എനിക്ക് തോന്നുന്നു എത്ര വയസ്സിലാണ് കല്യാണം കഴിക്കണേ പറയാൻ പറ്റില്ല ഇപ്പൊ. എങ്കിലും ഒരു 23 വയസ്സാകുമ്പോ 2 കുട്ടികളും. എനിക്ക് ഇപ്പൊ എനിക്ക് 34 വയസ്സ്. പറയില്ലട്ടോ. അപ്പം ചെറിയ പ്രായത്തിലായിരുന്നു മാരേജ്. അതൊരു ലവ് മാരേജ് ആയിരുന്നു. സിറ്റുവേഷൻ അങ്ങനെ വന്നിട്ട് മാരേജ് ആയതാണ്. പെട്ടെന്ന് തന്നെ കുട്ടികൾ 2 പേരുമായി. ഈ പറയുന്ന സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇന്ന് ആളുകൾ തിരിച്ചറിയുന്നു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബ് ചാനല്. ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്കിഷ്ടമാണ്, പാഷനാണ് ഈ അഭിനയം എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട ഒരു പാഷൻ ഏരിയയാണ്. അപ്പം ജോലിക്കിടയിലും അതിന് സമയം കണ്ടെത്തി ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. അതിന് ഇത്ര ഒരു റിസൾട്ട് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സംഭവം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഫുള്ളി പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. മറ്റെന്ത് ഞാൻ നേടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വന്ന് ചേരാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഇതുവരെക്കായിട്ടും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം വന്നൊരു ചേഞ്ച് എന്താ, മാറ്റമായിട്ട് തോന്നുന്ന കാര്യം? കോൺഫിഡൻസ് കുറെ കൂടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ. ഒരുപാട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ കിട്ടാത്ത ഒരു കാര്യം എനിക്ക് എൻ്റെ ചാനൽ വഴി കുറേ ആളുകൾ മനസ്സിലാക്കുന്നു. ഒരു അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്, കഴിവുള്ളൊരു കുട്ടിയാണെന്ന് 10 പേര് കാണുന്നു, അറിയുന്നു. അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഇതിനുമ്പോ ഏതെങ്കിലും സിനിമയിൽ അവസരം എന്തെങ്കിലും വന്നോ? കണ്ട് ഈ പറഞ്ഞ വ്ളോഗ്സ് വീഡിയോസ് കണ്ടിട്ട്? വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നും ആരും വിളിച്ചിട്ടില്ല. അതെ, 2 സിനിമ എനിക്ക് ഫൈനൽ ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ പ്രതീക്ഷ തന്നിട്ട് 2 സിനിമ പെട്ടെന്ന് എന്നെ എടുത്ത് റിമൂവ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാം ഓക്കെ ആണ്, കുറച്ച് സ്ലാങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ട് കൊല്ലം, അത് കുറച്ചൊന്ന് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേയൊക്കെ സിനിമയൊക്കെ കണ്ട് സെറ്റായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ ഒരു ക്യാരക്ടർ വേറെ ആളാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഈ അടുത്ത് റിലീസായ ഒരു മൂവിയാണ്. അതിനകത്ത് ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ വന്നിട്ട് മുടി വെട്ടരുത്, നഖം വെട്ടരുത്, ഇതുപോലെ അല്ല അതിനകത്ത് മുടി വെട്ടരുതെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമായിരുന്നു. ഇതിനകത്ത് മുടി വെട്ടരുത്, നഖം വെട്ടരുത്, മുഖം വെളുപ്പിക്കാൻ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം, ശരീരം വണ്ണം കൂട്ടരുത്. അപ്പൊ അത്രയും പ്രതീക്ഷ വന്നിട്ട് ഇതുപോലെ തന്നെ മാറ്റി. അവർ കൺഫേം തന്നതായിരുന്നു. അത് ചിലപ്പോൾ അവർക്ക് വേറെ കാസ്റ്റ് അതെ, അവർക്ക് ഇതിലും നല്ലത് കിട്ടിയിട്ടുണ്ടാവാം, അവരങ്ങനെ പോകും. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര വിഷമമാണ്. സിനിമ ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമ പോലെ തന്നെ ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിന്റെ ആഗ്രഹമാണ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ട്, പിന്നെ ചോദിക്കണോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട് കേട്ടോ. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്. അത് ഞാൻ കുറെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു ട്രയൽ. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ചുവരിന്റെ ഉള്ളിലാ, മനുഷ്യന്മാരെ കാണുന്നില്ല, 12 മണിക്കൂർ ഡ്യൂട്ടി. അതുപോലെ തന്നെ റൂമിൽ ചെന്നാലും ആരുമില്ല, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇങ്ങനെ കാണാതെ ആയിരിക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ വന്നത്. സമയം കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ബിഗ് ബോസ് ഇത്തവണ ഉണ്ടാവോ?
അറിയില്ല. അയ്യോ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ആയില്ലല്ലോ. അടുത്ത വർഷം ചിലപ്പോൾ എന്നെ വിളിക്കും. ഈ വർഷത്തിലെ അടുത്ത വർഷം. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഈ വർഷം നടന്നിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റിയത്. അത് എല്ലാവരെയും സംബന്ധിച്ച് സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഒരു വീട് വെക്കാന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതിനൊരു സന്തോഷം എങ്ങനെയുണ്ട്? അത് ഹോം ലോൺ എടുത്തിട്ടാ വീട് വെച്ചത്. എന്നാലും ഞാൻ കുറച്ച് ഗോൾഡ് ഒക്കെ മേടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജോലി കിട്ടി ആ സമയം തൊട്ടേ, കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വേണം. മറ്റേ എൻ്റെ വീടെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വെച്ച വീടാണ്. അവർക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യം വേണം. കൈമാറി വരുന്നൊരു സിസ്റ്റം എനിക്ക് അതിനോട് താല്പര്യമില്ല. അവിടെ തന്നെ അവരവരുടെ വാർദ്ധക്യ സമയം അടിച്ചു പൊളിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വൈബിൽ പോട്ടെ. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഈ ജോലി കിട്ടി കഴിയുമ്പം ചെറുതായിട്ട് ഗോൾഡൊക്കെ വാങ്ങി ഇങ്ങനെ വിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. അതും പിന്നെ ഇതുപോലെ ഹോം ലോണും ഒക്കെ എടുത്തിട്ട് ഇതിങ്ങനെ നടത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. എനിക്ക് പിന്നെ ഞാൻ ചെയ്തത് ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. പക്ഷേ ഈ കമൻസ് കാണുമ്പോഴാണ് ഇതൊരു വലിയ സംഭവം. കാരണം എന്ന് വെച്ചാൽ ഹോം ലോൺ ആണല്ലോ എന്ന് വെച്ചിട്ട് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കമന്റ്സ് കാണുമ്പോഴാണ് ഇതൊരു വലിയ സംഭവമാണോ എന്ന് തോന്നുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ സംഭവമാണ്. ഇപ്പൊ റെയിൽവേയിൽ ജോലി കിട്ടിയതിന് ശേഷമാണ് നമുക്ക് യൂട്യൂബില് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഓൾറെഡി ഒരു സർക്കാർ ജോലി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതൊരു ഓപ്ഷൻ, സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ, പാഷൻ എന്ന രീതിയിലാണോ എന്തുകൊണ്ട് അടുത്തൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത്? എൻ്റെ പാഷൻ ആക്ടിങ് തന്നെയാണ്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെച്ചായിരുന്നു വംശം സീരിയലിന്റെ ഷൂട്ടിംഗ് നടന്നത്. പണ്ട് ദൂരദർശനകത്ത് വരുന്നതാ. ജ്വാലയായി കഴിഞ്ഞിട്ടൊരു വംശം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പൊ ആ കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ കണ്ട് ഇവർ അഭിനയിക്കുന്നതൊക്കെ കണ്ട് എനിക്കും ഇങ്ങനെ ആവണം. കൽപ്പന ഒക്കെ നമ്മുടെ വീട്ടിലായിരുന്നു മേക്കപ്പ് സംഭവം അവിടെ കൊണ്ടിരുത്തിയായിരുന്നു ഒരുക്കിയിട്ടൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഞാനിങ്ങനെ സാരി വലിച്ചു നടക്കും. അത്രയും അവരുമായിട്ട് കണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ആ പ്രായം തൊട്ടേ എനിക്ക് അഭിനയിക്കണം, എനിക്ക് സിനിമ നടി ആവണമെന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മേ ബി അതിങ്ങനെ ഉള്ളിൽ കിടന്ന് ആ ഒരു ആഗ്രഹം കൊണ്ടാവാം ഇങ്ങനെ ഇപ്പൊ ആയത്. എനിക്ക് ഒരു കലോത്സവ വേദിയിലും പോയിട്ടില്ല അല്ലേ? പോയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കും. ഞാൻ കേട്ടു പണ്ട് അച്ഛൻ ദുബായിലായതുകൊണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പണ്ടൊക്കെ ഈ ഒരു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഡാൻസ് ട്രൂപ്പുകളൊക്കെ ഇല്ലേ, സിനിമാറ്റിക് ഡാൻസ് ട്രൂപ്പുകൾ, അതിനകത്തോട്ടൊന്നും വിടാനൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല. പിന്നെ ഡാൻസ് പഠിക്കാൻ വിടാനും വലിയ കാര്യം വെച്ചാൽ അച്ഛൻ ഗൾഫിൽ, അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതിന് പഠിക്കാൻ കൊണ്ടു നടക്കാനൊക്കെ കുറേ ടൈം ഒറ്റയ്ക്കൊക്കെ നൈറ്റില് പ്രോഗ്രാംസിനൊക്കെ പോവുകയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടൊക്കെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ പറയായിരുന്നു അതിനൊന്നും പോണ്ട മോളെ, ഇതൊക്കെ മതി, പാട്ട് പഠിക്കാൻ പോയിക്കോന്ന് പറഞ്ഞിട്ട് പാട്ടിന്റെ ABCD അറിയാത്ത എന്നെ പാട്ടും പഠിപ്പിച്ച് അരങ്ങേറ്റവും നടത്തിയ അമ്മയാണ്. നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇമേജ് ഈ പെർഫോമൻസ് ആ സമയത്ത് ഡാൻസിന് പോയിട്ടുണ്ട്. വേറെ എന്തൊക്കെ പോയിട്ടുണ്ട്? എവിടെ പോയപ്പോ? ഈ സ്കൂളിൽ പഠിക്കുമ്പോ കലോത്സവം ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അന്ന് ഞങ്ങള് ആ സമയത്തൊന്നും സിനിമാ പാട്ടൊന്നും സ്കൂളിൽ ഇടൂല. എന്താ വെച്ചാൽ ഗേൾസ് സ്കൂളാണ്. അവിടെ എല്ലാം നാടോടി നൃത്തം അതൊക്കെയാണ്. അത് പഠിച്ചവർക്കെല്ലാം കളിക്കാൻ പറ്റും. ലാസ്റ്റ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് രമ്യ ചന്ദ്രൻ. ഞങ്ങൾ സ്വപ്നക്കൂടിനകത്ത് കറുപ്പിനഴക് പ്രാക്ടീസ് ചെയ്തു. ടീച്ചറിനെ സോപ്പിട്ട് എങ്ങനെയും കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞ് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, പാടി കളിച്ചാൽ വേണമെങ്കിൽ കളിച്ചോളാം. അങ്ങനെ കറുപ്പിനഴക് കൂട്ടുകാരിൽ പാടിയിട്ട് കളിച്ചിട്ടുണ്ടോ ഒറ്റ വട്ടം, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മള് നമ്മുടെ കോണ്ടന്റ് ഇടുന്നു, അത് കഴിഞ്ഞ് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഒരുപാട് വരാറുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ കളിയാക്കലായിട്ടുള്ള രീതിയിൽ കമന്റ്സ് വരാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അത് നിറത്തിന്റെ പേരാവാം, നമ്മുടെ ഒരു എന്താ പറയാ ബോഡീനെ കുറിച്ചാവാം. അതൊക്കെ ഇന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. പണ്ട് നമ്മളെ തമാശയായിട്ട് എടുക്കുമായിരുന്നു. ഇന്ന് അത്തരം തമാശകൾ നമ്മൾ നോക്കി റെസ്പോണ്ട് പറയും, ഇത്തരം തമാശകൾ പറയാൻ പാടില്ല. അത്തരം കമന്റ്സുകൾ വരുമ്പോ അതിനെങ്ങനെ എടുക്കാം? അവർക്കൊന്നും അർഹിക്കുന്നില്ല നമ്മുടെ മറുപടിക്ക്, അവർക്ക് അർഹതയില്ല, അത്രേ ഉള്ളൂ. ഞാൻ അതൊന്നും മൈൻഡ് ആക്കാറില്ല. ചിലരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു കമന്റ് വന്നായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു കമന്റ് ഇപ്പോഴും മൈൻഡിൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി ആ ഒരു കമന്റ് ഓർത്തിട്ട്. അയാൾ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ. 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാണ് അത് മൈൻഡ് ചെയ്യുന്നത്? പിന്നെ ഞാൻ തന്നെ ശരിയാണ്, എന്തിനാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നത്, നമ്മുടെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ കുറവാണ് നെഗറ്റീവ് കമൻറ്റ്സ്. സത്യം പറയാലോ, ചില ആൾക്കാരുടെയൊക്കെ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അയ്യോ ഇവർ പിന്നെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ കുറവാണ്. എന്നെ കമൻറ്റ്
നെഗറ്റീവ് കമന്റ്സ് വരുന്നത് എൻ്റെ കളറ് വെച്ചിട്ടായിരിക്കാം, ആണ് കൂടുതലും അതാണ്. കർമ്മി അങ്ങനെയൊക്കെയാണ്, അല്ലാതെ വേറെ അങ്ങനത്തെ കമന്റ്സ് ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ അതൊരു ട്രോളാക്കും അല്ലെങ്കിൽ അതൊരു വാർത്തയായി മാറും എന്നൊരു എപ്പോഴും ടെൻഷൻ ഉണ്ടോ? അത് ഞാൻ സൂക്ഷിക്കാറുണ്ട്. കാര്യം എന്തെങ്കിലും ആർക്കും ഹേർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ചെയ്യണമെന്ന് 1-2 വട്ടം എനിക്ക് അറിയാത്തൊരു വേർഡ് ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഇതായിരുന്നു, ഒരു വേർഡായിരുന്നു. അത് അവർ വന്ന് കമന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കി. എനിക്ക് അറിയത്തില്ല ആ ഒരു വേർഡ് ആ ഒരു ആൾക്കാരെ പറയാം. അങ്ങനെ ഒരു കാസ്റ്റിന്റെ എനിക്കറിയില്ല, അങ്ങനെ കാസ്റ്റ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ ആ ഒരു പോർഷൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് സൂക്ഷിക്കും, വളരെ സൂക്ഷിക്കും. ട്രോള് വരാതെയോ, ട്രോള് നമ്മൾ ഈ ചെയ്യുന്ന വെച്ചിട്ട് ട്രോൾ ചെയ്തോട്ടെ, അല്ലാതെ വേറെ ആൾക്കാരെ നെഗറ്റീവ് പറയുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്നുള്ള ഇപ്പൊ നമുക്ക് ഫീമെയിലും മെയിലെന്ന് പോലും പറയാൻ പറ്റത്തില്ല, പേടിയാണ് എന്തെങ്കിലും അതിന് വരുമോ എന്നുള്ളൊരു. ഇപ്പൊ ഇതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ ഇത്രയും ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കോമഡി കോണ്ടന്റ് ആണ്, പല ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്യുന്നത്, ചിലപ്പോൾ മറ്റു ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചിലപ്പോൾ അത് കോപ്പി അടിച്ചു എന്ന രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതിലെപ്പോഴും എങ്ങനെയാ ശ്രദ്ധിക്കാറ്? എനിക്ക് ചില വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ മാറ്റി ചെയ്തിട്ടുണ്ട്. അതിന് ചിലർ പറയും കോപ്പി എന്ന് പറയും, പക്ഷേ ഞാൻ പറയും ഇൻസ്പയർഡ് ആയി ഇൻസ്പയർഡാണെന്ന് പറയും. അതിനെന്താ, നമുക്കത് ഇഷ്ടമായി. ഞാൻ റീത്തൂസിന്റെ വീഡിയോസ് ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ് ആയിരുന്നു. അപ്പൊ പല വീഡിയോസും ഞാൻ അത് നോക്കിയിട്ടല്ല, പണ്ട് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് പല വീഡിയോസിനകത്തും വന്ന് കമന്റ്സ് വരാറുണ്ട്, റീത്തൂസിന്റെ പോലെ ഉണ്ട്. ശരിയാണ്, എനിക്ക് പിന്നെ നോക്കുമ്പോൾ ശരിയാണ്, അതെനിക്ക് ഇഷ്ടമാണ്, ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് അങ്ങനെ വരുന്നു. അങ്ങനെ ചില ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാറുണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഈ അടുത്ത് ചെയ്തൊരു വീഡിയോ, ഒരു കൊഞ്ച് തിന്നുന്ന വീഡിയോ, അതൊരു ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ ചെയ്ത വീഡിയോ ആണ്. പ്രശ്നമില്ല, അത് നമ്മൾ നാണം കിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മളത് അത് നമ്മുടേതായ രീതിയിൽ മാറ്റി നമ്മൾ ചെയ്തു, അതിനെന്താണ് പ്രശ്നം? ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫാൻസ്? കുഞ്ഞു പിള്ളേരാന്ന് തോന്നുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, അവര് ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ എവിടെയെങ്കിലും പോകുമ്പോ? ഉണ്ട്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ തിരിച്ചറിയാറ്. തമിഴ്നാട്ടിൽ പോയാലോ? തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ 1-2 മലയാളികൾ വന്നിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ട്, അല്ലാതെ തമിഴ്നാട്ടിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതാണ്. അതിനുശേഷം അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ആളുകൾക്കിടയിൽ? പണ്ട് നമ്മൾ ജോലിക്കാരിയായിരുന്നു, പക്ഷെ ഇന്ന് ഇൻഫ്ലുവൻസർ ആണ് ഇവിടെ ജോലി ചെയ്യണം, അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? ഇടയ്ക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവർക്ക് അതിൻ്റെ കാണാറുണ്ട്, അവർ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മലയാളം വീഡിയോ കാണുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ കാണുന്നുണ്ട്. അല്ലാണ്ട് കൂടുതൽ നമ്മുടെ ഈ മേഖലയിലൊക്കെ, ഈ കേരളത്തിലൊക്കെ കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തൊന്നും ഒരു യൂട്യൂബറും ഇല്ല, അവിടെ അവർക്ക് അറിയത്തുമില്ല അതെന്തോ സംഭവം. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും തമിഴിൽ ചെയ്തുകൂടെ, തമിഴിൽ ചെയ്താൽ കുറേ ഇവിടെ ആൾക്കാരുണ്ട്, ഭയങ്കര വ്യൂ കിട്ടും, പിന്നെ നിങ്ങൾക്ക് ഇവിടെ വർക്കൊക്കെ കിട്ടും, ഷോപ്പിന്റെ ഒക്കെ വർക്ക് കിട്ടും, തമിഴ് ചെയ്തുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പ്ലാൻ ഉണ്ടോ? ഇത് തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വിളിച്ചു പറയുന്നതും കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ പറയുന്നതും കേൾവിക്കാർ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതിനൊരു മാറ്റമുണ്ട്. ഇന്ന് ആളുകൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ? അതായത് ഇപ്പൊ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടപ്പം ഈ കുട്ടിയോട് പണ്ട് അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഇന്ന് പറയാൻ പറ്റില്ല, അവള് ലൈവ് ഇട്ടാലോ ഒരു പോസ്റ്റ് ഇട്ടാലോ തീർന്നു, അങ്ങനെ ഒരു പേടി ആളുകൾക്ക് മാറ്റുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല പോലെ വന്നിട്ടുണ്ട്, ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ ചില ആളുകളിൽ നിന്നും. ശരിക്കും അത് അവർക്ക് ഇവളുടെ ക്യാമറ ഓണാകുന്നു പോലും പേടിയാണ്. അത് ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കയറുമ്പം അത് നമുക്ക് ഫീൽ ചെയ്യും, പണ്ട് എന്നോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഒരു ഇൻഫ്ലുവൻസർ ആണ്, എനിക്ക് വേണമെങ്കിൽ എന്തും, എൻ്റെ മുന്നിൽ കുറേ ഓഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, സുഖമുണ്ട്. ഇത് തന്നെ, നമ്മൾ പണ്ടൊക്കെ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ചുറ്റും ഓരോ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ. ഇപ്പൊ പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ, ഇരിക്കുവോ കഴിച്ചോ എന്നൊക്കെ ചോദിക്കും അവര്. പക്ഷെ ബാക്കിൽ പണി ചെയ്യും അവരെന്തെങ്കിലുമൊക്കെ
പണി ചെയ്യും, പക്ഷെ നമ്മുടെ മുന്നിൽ നല്ല പോലെ തന്നെ നിൽക്കും. അങ്ങനെയൊക്കെ കുറെ മാറ്റമുണ്ട്. അതൊക്കെ നമ്മൾ അല്ലേ, അതൊരു വലിയൊരു ചേഞ്ച് ആണ്, നമ്മളാക്കിയിട്ടുള്ള ഒരു മാറ്റാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ റവന്യൂ കിട്ടുമല്ലോ, ആദ്യം ചെയ്തെന്താ? ആദ്യം എനിക്ക് ഷോർട്ട് റവന്യൂ ആണ് കിട്ടിയത്. അതായത് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് സത്യമായിട്ടും പൈസ കിട്ടുമെന്നൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഷോർട്സിന് ഞാൻ വെറുതെ നമ്മുടെ ടിക്ടോക്കിലെ പോയില്ലായിരുന്നു, വെറുതെ ഫോണിനകത്ത് കോമ സ്റ്റേജ് ടിക്ടോക്ക് കുറെ കാലം കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സങ്കടമായിരുന്നു. 193K ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. ഭയങ്കര വിഷമം. എന്നും കയറി നോക്കും, വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ചുമ്മാ റീൽസ് ചെയ്ത് ഇൻസ്റ്റയിൽ ഇടാന്ന് വെച്ചു. അപ്പം ഇനി ഇൻസ്റ്റ എങ്ങാനും പോയാലോ എന്ന് വെച്ച് വെറുതെ എടുത്ത് യൂട്യൂബിൽ ഇട്ടതാണ്. അപ്പൊ അങ്ങനെ അവിടെ കിടന്ന് അല്ല, ഒരു വീഡിയോ 1-2 വീഡിയോ റീച്ച് ആവുന്ന കണ്ടുകൊണ്ട് ആ കൊള്ളാം, ഒത്തിരി കമന്റ്സ് ഒക്കെ വരുന്ന കണ്ടുകൊണ്ട് ചുമ്മാ ഇൻട്രസ്റ്റ് ആയിട്ട് ഇട്ടതാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മെയിൽ വന്നു, ഇങ്ങനെ റവന്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ ചെയ്തേ? ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ അമ്മയടുത്ത് പറഞ്ഞു. ഞാനത് എന്താ ചെയ്തേന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും പറഞ്ഞു, തിന്നും തോന്നുന്നത് പൈസക്ക് ഫുഡ് വാങ്ങി കഴിച്ചു, ഞങ്ങള് ഫുഡ് അടിച്ചെന്ന് തോന്നുന്നു ഫ്രണ്ട്സുമായിട്ട് പോയിട്ട്. ഇപ്പൊ വീടിന്നൊരു ആഗ്രഹം സാധിച്ചതിന് എന്താണ് ഒരു വലിയൊരു ആഗ്രഹം ഉള്ളത് മനസ്സിലെന്താ? സത്യം പറഞ്ഞാൽ ഇനിയുള്ള ആഗ്രഹമൊന്നും എന്റെ എന്റെ കയ്യിൽ എന്റെ കൺട്രോളിലുള്ള ആഗ്രഹമല്ല. പക്ഷെ ഞാൻ വേണ്ടി വർക്ക് ചെയ്യും, ശ്രമിക്കും. സിനിമയാണ് ആഗ്രഹം, വർക്ക് ചെയ്യും. എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ അവസരം കിട്ടണം. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആള്, ഇത്രയും ഇഷ്ടങ്ങൾ തേടുന്ന ഒരാൾക്ക് എന്തായാലും സിനിമയിൽ അവസരം എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. ആസ് എ വുമൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം മോട്ടിവേഷൻ ആണ്. കാരണം ഒരു സ്ത്രീന്റെ പല പല സ്റ്റേജിൽ കടന്നുപോയ ആളാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷെ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമുക്ക് ചിലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വഴി ഇതാണ് ലൈഫ്, പലരുടെ ലൈഫ് ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ വേണം നമ്മൾ ലൈഫിനെ മുന്നോട്ട് പോകാനെന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ അമ്മയെ തന്നെ ഞാൻ എടുക്കാറുണ്ട്. എൻ്റെ അമ്മ അച്ഛൻ ഗൾഫിലായിട്ട് ഒറ്റയ്ക്ക് ഞങ്ങളെ വളർത്തിയതും നോക്കിയതും ഒക്കെ അത് അമ്മയാണ് മെയിനായിട്ട്. ഒത്തിരി എന്ത് വിഷമം ഉണ്ടായാലും അമ്മ അതെല്ലാം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതൊക്കെ അമ്മയോട് ഭയങ്കര ഒരു എനിക്കൊരു എന്താ പറയുക, ഭയങ്കര റെസ്പെക്റ്റ് തോന്നാറുണ്ട് അമ്മ. പിന്നെ എൻ്റെ ചേച്ചി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നു, നന്നായി പഠിക്കുമായിരുന്നു. സ്കൂൾ ടൈമിലെല്ലാം ചേച്ചിയായിരുന്നു സ്കൂളിലെ ഫസ്റ്റ്. ഈ കുന്നത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും പഠിപ്പിയായിരുന്നു അവള്, മിടുക്കിയായിരുന്നു. അപ്പോൾ അവള് ചേച്ചി പിന്നെ ഇൻസ്പയർ ചെയ്തത് പുറത്തേക്ക് അങ്ങനെ ഞാൻ വലിയ ആളുകൾ. ചേച്ചി ആർക്കെങ്കിലും ഇൻസ്പയർ ആയി മാറിയിട്ടുണ്ടോ? ഞാനോ? അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ ഞാൻ അലക്കി ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണോ? തീർച്ചയായിട്ടും. ചിലരിങ്ങനെ പറയാറുണ്ട് എന്റെ വാക്കുകൾ ഭയങ്കര ഇൻസ്പയർ ആയി എന്നൊക്കെ. പക്ഷെ എനിക്ക് അന്നേരം അത് ആണോ എന്നൊക്കെ തോന്നാറുണ്ട്. എനിക്കതങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എനിക്ക് വേണ്ടി ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും തോന്നുന്നത്. സ്വയം തോന്നുന്നത്. എല്ലാവർക്കും വേണ്ടി ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല അല്ല. പലരും പറയാറില്ലേ നിങ്ങളെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പം എനിക്ക് തോന്നാറുള്ളത് ഞാൻ ഇനിയും ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ഞങ്ങൾ കാണാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെയാ തോന്നാറുള്ളത്. പക്ഷെ ഇതൊക്കെ സത്യത്തില് മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അത്ര ചെറിയ കാര്യമില്ല, എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല സത്യത്തില്. ഇപ്പം ആദ്യമായിട്ട് പഠിച്ച് പാസ്സായ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണ്. ആ ജോലിക്ക് അത്രയും സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. ഇപ്പൊ ജോലി എന്ന് പറയുന്ന അത്രയും ആ ഒരു ട്രീപ്പാളത്തിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ആ വെയിലും കൊണ്ട് ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, അത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ദിവസം ഞങ്ങളെ അധികം കഷ്ടപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് നല്ലപോലെ വർക്ക്. കാര്യം ആദ്യമേ കൊണ്ടുവന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരും എന്നുള്ള വെച്ചിട്ട് പിന്നെയാണ് ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. കാര്യം ആ സമയം എനിക്ക് വേറെ വഴിയില്ല, അത് ചെയ്തേ പറ്റൂ. മാത്രമല്ല ഗവൺമെന്റ് ജോലിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമുള്ള അവിടെ ഈ +2, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ മാത്രമുള്ള തോന്നുന്നു അവിടെ +2 മാത്രമുള്ള. ബാക്കിയെല്ലാം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല സ്കൂളുകളിലും പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാകത്തില്ല. പക്ഷെ ചില സമയം വെയിൽ കൊണ്ടിട്ട് എൻ്റെ കണ്ണീര് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞ് വീട്ടിലെ കാര്യം ഓർത്തിട്ട് കണ്ണ് നിറഞ്ഞ് എൻ്റെ ഷൂവിൽ വീണിട്ട് അത് അപ്പം തന്നെ വാനിഷായി പോകുന്നത് എങ്ങനെയുണ്ട്. അത്രയും വെയിലാണ്, ചൂടാണ്. ആ ചൂടിൽ കാര്യം ആ വർക്ക് അങ്ങനെയാണ്. അതവിടെ ആരും ചീറ്റ് ചെയ്യുന്നില്ല, റെയിൽവേ ആരെയും ചീറ്റ് ചെയ്യുന്നില്ല. അത് വർക്ക് അങ്ങനെയാണ്. ട്രാക്ക് മെയിൻ്റെനൻസ് ആ വർക്ക് അങ്ങനെയാണ്.